നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. കത്തിജ്വലിച്ചു നിൽക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ. ധനാഭിവൃദ്ധി ഏറെയുള്ള, പുരോഗതി, ഉന്നതി ഒക്കെ ജീവിതത്തിൽ കൊയ്യുന്ന കത്തിജ്വലിച്ചു നിൽക്കുന്ന കുറച്ച് നക്ഷത്രജാതകരെ അറിയാം. ഫെബ്രുവരി മാസത്തോടെ ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കും. ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറും. ഇവർ സാമ്പത്തികമായി രക്ഷപ്പെടും. പുതിയ പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. അവർ ചെയ്യുന്ന കർമ്മമേഖലകളിൽ അവർ വിജയം കൊയ്യും. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ നേടും. ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. ആ ആദ്യത്തെ 3 നക്ഷത്രജാതകർ മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം. ഇവർ ഇനി ഒത്തിരി ഉയർച്ചയിലെത്തും. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുക. 2ാമത് ഉന്നതിയിലെത്തുന്ന നക്ഷത്രജാതകർ മിഥുനക്കൂറിലെ മകീരം, തിരുവാതിര, പുണർദം. ഇവർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും എല്ലാ രീതിയിലും ഒത്തിരി നേട്ടങ്ങൾ ഇവർ കരസ്ഥമാക്കും. എല്ലാ കാര്യത്തിലും ഭാഗ്യം അനുകൂലമാകുന്ന നാളുകാർ തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം. ഇവർ അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തുക. മകരക്കൂറിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം. ഈ നക്ഷത്രജാതകരും കുതിച്ചുയരും. കത്തിജ്വലിച്ചു നിൽക്കും ഉറപ്പാണ്. ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക. മീനക്കൂറിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരും ഫെബ്രുവരി മാസത്തിൽ ഒത്തിരി നേട്ടങ്ങളിൽ എത്തുകയും സാമ്പത്തികമായി ഉന്നതി നേടുകയും ചെയ്യും. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന് അർഘമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും രക്ഷപ്പെടുന്ന സമയമാണ്. ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ഒരു അഭിവൃദ്ധിയുടെ സമയമാണ്. ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ തീരുന്ന സമയമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ ആ ദുഃഖങ്ങൾ ഒക്കെ മാറുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് നേട്ടങ്ങൾ ഒരുപാട് ഈ നക്ഷത്രജാതകർ കൊയ്യുന്നത്. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദക്കാർക്ക് ഇനി നല്ല സമയമാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കടന്നുപോയി. പഴയ കാലങ്ങൾ ഓർത്ത് ബുദ്ധിമുട്ടണ്ട, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട. ഇനി ഒരുപാട് നേട്ടമാണ്. അതുപോലെ തന്നെ മിഥുനക്കൂറിലെ മകീരം, തിരുവാതിര, പുണർദം. ഇവർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രാർത്ഥനയൊക്കെ നടത്തുക. അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ജീവിതം മാറും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. എല്ലാ കാര്യത്തിലും ഒത്തിരി സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം. ഇവർ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, എള്ളുപായസം നടത്തുക. അതൊക്കെ ഒത്തിരി മാറ്റങ്ങൾക്ക് കാരണമാകും. ജീവിതം മാറും, വലിയ നിലയിലെത്തും. മകരക്കൂറിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം. ഈ നക്ഷത്രജാതകർ കുതിച്ചുയരേണ്ടവരാണ്. ഒത്തിരി നേട്ടത്തിലേക്ക് എത്തേണ്ടവരാണ്. ഭാവിയിൽ ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. കത്തിജ്വലിച്ചു നിൽക്കും ഉറപ്പാണ്. ശനിയാഴ്ച നീരാഞ്ജനമൊക്കെ നടത്താൻ മറക്കേണ്ട. ഒരുപാട് ഭാഗ്യം വന്നു ചേരും. മീനക്കൂറിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതകർക്കും ഭാഗ്യമാണ്. ഉയർച്ചയിലെത്തുന്ന സമയമാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ആ വലിയ സൗഭാഗ്യങ്ങളിൽ, ആ വലിയ നേട്ടങ്ങളിൽ നിങ്ങൾ എത്തും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.